സംസാരിക്കാനോ കേൾക്കാനോ പറ്റാത്ത ഒരാൾക്ക് സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റുമോ? സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരമാണ് ഈ നായിക അഭിനയ. തെന്നിന്ത്യൻ സിനിമകളിൽ തൻ്റെ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ ഈ നായികയ്ക്ക് ജന്മന കേൾവിശക്തിയും സംസാരശക്തിയും ഇല്ല. നാടോടികൾ എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയരംഗത്ത് എത്തുന്നത്. ഈ ചിത്രത്തിന് 2 ഫിലിം ഫെയർ അവാർഡുകളും ഹോളിവുഡ് ചിത്രവും താരത്തിനെ തേടിയെത്തി. സിനിമയിലേക്കെത്തിയ കഥ പറയുകയാണ് താരം. കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നത്. വഴിയിൽ ഒട്ടിച്ചിരിക്കുന്ന സിനിമയുടെ പോസ്റ്ററുകളൊക്കെ നോക്കി കുറെ നേരം നിൽക്കുമായിരുന്നു. ഐശ്വര്യ റായിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയ്ക്കും മറ്റൊരു ഷോക്കാണ് സമ്മാനിക്കാനായത്. കേൾവിശക്തി ഉണ്ടായിരുന്നില്ല. ജനിച്ച സമയത്ത് കേൾവിശക്തി ഉണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ 6 മാസത്തിന് ശേഷം ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾക്ക് പ്രതികരിക്കാതിരുന്നതോടെ അവർ ആശുപത്രിയിൽ കാണിച്ചു. ശേഷമാണ് കേൾവിശക്തിയില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ചികിത്സയിലൂടെ അത് മാറി. അമ്മയുടെയും അച്ഛൻ്റെയും സംസാരത്തിൽ നിന്നുമാണ് ലിപ് മൂവ്മെന്റ് ശ്രദ്ധിക്കുന്നത്. അതിലൂടെ ലിപ് റീഡിംഗ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഏത് ഭാഷ പഠിക്കാനും ചുണ്ടനക്കാനും സാധിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ സിനിമ തന്നെയായിരുന്നു ലക്ഷ്യം. മകളുടെ താളത്തിനു തുള്ളുന്നു എന്ന് അച്ഛനെ പലരും പരിഹസിച്ചിട്ടുണ്ട്. കേൾക്കാനും മിണ്ടാനും കഴിയാത്ത മകളെ സിനിമാ നടിയാക്കാൻ മോഹിക്കുന്ന അച്ഛനെ പലരും പരിഹസിക്കുമായിരുന്നു. എങ്കിലും സ്വന്തം മകളുടെ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു. 12ാമത്തെ വയസ്സിലാണ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തത്. പക്ഷേ അത് സ്ഥിരം ഉപയോഗിക്കാറില്ല. സൈൻ ലാംഗ്വേജ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെങ്കിലും പിന്നീട് പൊരുത്തപ്പെടാൻ സാധിച്ചു. ആംഗ്യഭാഷ പഠിച്ചെടുത്തു. വളരെയധികം ശ്രമിച്ചിട്ടാണ് ചെറിയ റോളുകൾ സിനിമയിൽ കിട്ടിത്തുടങ്ങിയത്. നാടോടികൾ എന്ന ചിത്രമാണ് ആദ്യമായി അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ നിശ്ചയിച്ച നടി ആശയവിനിമയം ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് ആരോടും പറയാതെ പോയി. അതുകൊണ്ട് സംവിധായകന്റെ വാശിയായിരുന്നു സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരാളെ കൊണ്ട് ഈ ചിത്രം ചെയ്യിപ്പിക്കുക എന്നത്. തുടർന്ന് പരസ്യചിത്ര സംവിധായകൻ സ്ലീബ വർഗീസാണ് സമുദ്രക്കനി സാറിന് ചിത്രം അയച്ചു നൽകുന്നതും പിന്നീട് ആ ചിത്രത്തിലേക്ക് വിളിക്കുന്നതും. നാടോടികൾ വിജയിച്ചതിന് പിന്നാലെ നിരവധി ചിത്രങ്ങൾ തേടിയെത്തി. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിന്ന് ഒരുപിടി നല്ല ചിത്രങ്ങൾ ചെയ്തു. 1 ഫിംഗർ എന്ന ഹോളിവുഡ് സിനിമയിലും അഭിനയിക്കാൻ കഴിഞ്ഞു. അംഗപരിമിതിയുള്ള 3 കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നു. മലയാളത്തിൽ റിപ്പോർട്ടർ എന്ന ചിത്രമാണ് ആദ്യം ചെയ്തത്. പിന്നീട് ഐസക് ന്യൂട്ടൺ, 1/2 എന്നീ ചിത്രങ്ങളും. 4ാമത്തെ മലയാളം സിനിമയാണ് പണി. ആദ്യത്തെ സിനിമകളിൽ എക്സ്പ്രഷൻസ് കൂടുതലായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ വളരെ നാച്ചുറലായ മിതമായ അഭിനയരീതിയായിരുന്നു വേണ്ടത്. അത് വ്യത്യസ്തമായൊരു ലേണിംഗ് പ്രോസസ്സായി. സിമ്പതി അല്ലെങ്കിൽ പാവം എന്നൊക്കെ പറയുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഡെഫായിട്ടുള്ള ആളുകളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും ആളുകൾക്ക് അങ്ങനെയൊരു സിമ്പതി. സത്യത്തിൽ ഡെഫായിട്ടുള്ള ആളുകളും മറ്റുള്ളവരെ പോലെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഡെഫായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. വളരെ സമാധാനമുള്ള ജീവിതം. പുറത്തുനിന്നുള്ള ശബ്ദമോ ഒന്നുമില്ല. അതുകൊണ്ട് സമാധാനവും സന്തോഷവുമുണ്ട്. ഡെഫായിട്ടുള്ള ആളുകൾ സ്വയം അവരെ മനസ്സിലാക്കണം. അവർക്കൊരു പാഷനും അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സും വേണം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.